നമസ്കാരം. കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രം നമുക്കറിയാം, വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രം. ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നം ഈ വരുന്ന ഫെബ്രുവരി 3-4 തീയതികളിൽ നടത്തുവാനായിട്ട് കമ്മിറ്റി ആലോചിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ അഷ്ടമംഗല പ്രശ്നം നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 3-4 തീയതികളിലായി ഇവിടെ അമ്പലത്തിൽ അതിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടുകാരുടെ അറിവിൽ ഇന്ന് വരെയും അഷ്ടമംഗല പ്രശ്നം നടന്നതായിട്ട് ആർക്കും തന്നെ അറിവില്ല. അതുകൊണ്ട് എല്ലാവരും ഇതൊരു ചരിത്രമായിട്ടുള്ള ഒരു രേഖകളിൽ വരുന്നൊരു ദിവസം കൂടിയാണ് ഈ ഫെബ്രുവരി 3-4 ദിവസങ്ങളിൽ. അമ്മയുടെ അടുത്ത് വന്ന അന്ന് തൊട്ട് എനിക്ക് ഒരു കുറവുമില്ല. എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ജോലികളും കിട്ടി. എല്ലാ സൗഭാഗ്യങ്ങളും അമ്മ തരുന്നുണ്ട്. അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ജ്യോതിഷ ശാസ്ത്രത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത്. ദൈവീഹിതം, അതായത് ആ ക്ഷേത്രത്തിലെ ഏത് മൂർത്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിലെ ആ മൂർത്തിക്ക് അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ആ ദോഷങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാര ക്രിയകൾ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ ദേവിക്ക് അല്ലെങ്കിൽ ദേവന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിനുവേണ്ട എല്ലാ രീതിയിലുള്ള ഏതെങ്കിലും ദോഷങ്ങൾ, പൂജാവിധികളായിക്കോട്ടെ മറ്റു ഉത്സവങ്ങളിലായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഈ അഷ്ടമംഗല പ്രശ്നം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് ആ ദേവിയുടെ ചൈതന്യം ഒന്നുകൂടി കൂട്ടിക്കൊണ്ട് നാടിനും അതുപോലെ എല്ലാ ഭക്തർക്കും നല്ല രീതിയിലേക്ക് ഒരു ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ ദേവപ്രശ്നങ്ങളിലൂടെ കണ്ടെത്തുക. ദേവപ്രശ്നം വളരെ കാലങ്ങൾ നടത്താതിരുന്നതിൻ്റെ ദോഷങ്ങൾ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും പുറമേ നിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദേവപ്രശ്നത്തോടു കൂടി നമ്മുടെ നാടും നാട്ടുകാരും നല്ല രീതിയിൽ നല്ല പുരോഗമനത്തോടു കൂടി ജീവിക്കാൻ അമ്മയുടെ അനുഗ്രഹം എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിന്ദു ആചാരപ്രകാരം, ഹിന്ദു ജ്യോതിഷപ്രകാരം അഷ്ടമംഗല പ്രശ്നത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്. 8 മംഗല വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തുകൊണ്ട് തന്നെയാണ് ഇതിന് അഷ്ടമംഗല പ്രശ്നം എന്ന് തന്നെ പേര് വന്നിരുന്നത്. കൃത്യതയ്ക്ക് വേണ്ടിയാണ് അഷ്ടമംഗല പ്രശ്നം ക്ഷേത്രങ്ങൾ നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ ഉപദേശ സമിതി ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാക്കനാട് നിവാസികളായ പാട്ടുപുരയ്ക്ക നിവാസികളായ ഭക്തജനങ്ങളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹം കൂടിയാണ് ഇവിടെ ഒരു അഷ്ടമംഗല പ്രശ്നം വെക്കണമെന്നുള്ളത്. അത് ഈ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ പോവുകയാണ്. പങ്കെടുക്കുന്ന വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ദേവജ്ഞരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാണിപ്പയ്യൂർ രാജഗോപാലൻ, അതുപോലെ തന്നെ വേണുഗോപാൽ, അതുപോലെ തന്നെ ജയൻ തന്ത്രി തുടങ്ങിയ ആളുകളാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. എല്ലാവരും വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. അതിനുള്ള പ്രശ്ന പരിഹാരങ്ങൾ കണ്ടെത്തി നാടിനും അതുപോലെ തന്നെ ക്ഷേത്രത്തിനും ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടുള്ള പരിഹാര ക്രിയകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൽ ഭരണി നാളിലായിരുന്നു നേരത്തെ ഒരു തന്ത്രി വന്ന് പൂജ നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ നിത്യപൂജ ആയേക്കണത്. ഇത് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ എല്ലാവരുടെയും സഹകരണം പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായ എല്ലാ അംഗങ്ങളും, പ്രസിഡൻറ്റ്, സെക്രട്ടറി, മറ്റംഗങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഉത്സവം വരുവാണ്. അടുത്ത മാർച്ച് 30, 31, 1, 2, 3 ദിവസങ്ങളിൽ ഉത്സവം നടക്കുവാണ്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നീങ്ങുന്നുണ്ട്. ഈ അഷ്ടമംഗല പ്രശ്നത്തിനും അതുപോലെ തന്നെ ഉത്സവത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ 10-20 വർഷമായിട്ട് ഞാൻ ഈ പൂജയ്ക്ക് വരും. കമ്മിറ്റികളെല്ലാം തന്നെ അതിന് സജീവമായി മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തരായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ദേവപ്രശ്നം വഹിക്കണം, അത് അഷ്ടമംഗല പ്രശ്നം വെച്ച് ഇതിൻ്റെ പരിഹാരങ്ങൾ, എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ നമ്മുടെ ഭക്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളെ. ഇതിനു മുമ്പുള്ള കമ്മിറ്റിക്കാരെല്ലാം അവരുടെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു വയ്ക്കാം, എന്തോ ചില സാഹചര്യങ്ങളിൽ തടസ്സങ്ങൾ കൊണ്ട് തന്നെ അത് നടത്താൻ സാധിച്ചിട്ടില്ലായിരിക്കും. അവരുടെ എല്ലാവരുടെയും ആ പഴയ കമ്മിറ്റിയിലുള്ള ആളുകൾ, ഞങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, ഞങ്ങളുടെ എല്ലാം വഴികാട്ടികളായി നിന്ന് പ്രവർത്തിച്ച മുൻ കമ്മിറ്റിക്കാരെ എല്ലാം ഇതിനു വേണ്ടി മുഴുവൻ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റി
അതിന് വേണ്ട ആ തുടക്കം മുതൽ തന്നെ എല്ലാ പരിപാടികളും ഞങ്ങൾ കമ്മിറ്റിയെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വളരെ നല്ല ചുറുചുറുക്കോട് കൂടി നിൽക്കുന്ന ഒരു കമ്മിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാ പരിപാടികളും ഇതുപോലെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉത്സവമാണെങ്കിൽ തന്നെ മാർച്ച് 30, 31, ഏപ്രിൽ 1, 2, 3 ദിവസങ്ങളിലാണ് നമ്മുടെ പ്രാവശ്യത്തെ താലപ്പൊലി മഹോത്സവം തുടങ്ങുന്നത്. അതും ഇതുപോലെ തന്നെ എല്ലാം ഗംഭീരമായിട്ട് തന്നെ നടത്തുവാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ട സഹായങ്ങൾ, അതുവേണ്ട സപ്പോർട്ടുകൾ നമ്മുടെ എല്ലാ ഭക്തരുടെയും എല്ലാ ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. 2009 ഇവിടെ ഞാൻ വന്നതാണ്. ഇന്ന് വരെ ഞാനിവിടെ ഉണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് ഈ അമ്മയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നും നല്ല നിലയിൽ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ അമ്പലം ഒന്നുകൂടെ പുരോഗമിക്കുന്നു. അതും നടത്തി തരും അമ്മ. എല്ലാ നാട്ടുകാരും എല്ലാ ദേവീഭക്തരും ഈ ഒരു ചടങ്ങിൽ സാന്നിധ്യം വഹിക്കണമെന്നും ഇതിൽ പങ്കെടുക്കണമെന്നും എല്ലാ സഹായ സഹകരണങ്ങൾ നൽകണമെന്നും ഉപദേശ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.